ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും രത്തൻ ടാറ്റയുടെ. അതായത് തെരുവ് നായക്കുട്ടിക്ക് രക്തം തേടിക്കൊണ്ടുള്ള രത്തൻ ടാറ്റയുടെ ആ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ശരിക്കും കഴിഞ്ഞ ദിവസമാണ് വന്നത്. നിരവധി കമന്റുകളും ലൈക്കുകളുമായി എല്ലാവരുടെയും ഹൃദയം തൊട്ട ആ പോസ്റ്റിന് പിന്നാലെ സഹായം എത്തിയിരിക്കുകയാണ്. സഹായിക്കാനെത്തിയ വളർത്തു നായ്ക്കളോടും അവരുടെ ഉടമകളോടും നന്ദി പറഞ്ഞിരിക്കുകയാണ് വീണ്ടും രത്തൻ ടാറ്റ. അനഘ പ്രകാശാണ് നമ്മുടെ കൂടെയുള്ളത്. അനഘ, തെരുവ് നായ്ക്കുട്ടിക്ക് രക്തം വേണം, ഇതായിരുന്നു ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. അതിനുശേഷം എത്ര പേരാണ് വന്നത് അല്ലേ? പൂജ, എന്താ പറയുക, നമ്മൾ ഈ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്നുള്ളത്. പക്ഷെ അത് ഒരു ചെടിയാണെങ്കിലും ഒരു മൃഗമാണെങ്കിലും പക്ഷിയാണെങ്കിലും മനുഷ്യരൊക്കെ ആണെങ്കിലും എല്ലാവരുടെ കാര്യത്തിലും ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 2 ദിവസം മുൻപ് 27-ാം തീയതി ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി കാണുന്നു. അതായത് ഒരു നായ്ക്കുട്ടിക്ക് 7 മാസം പ്രായമുള്ള നായ്ക്കുട്ടിക്ക് അനീമിയ ബാധിച്ച നായ്ക്കുട്ടിയാണ്. ഉടനടി അടിയന്തരമായി രക്തം ആവശ്യമാണ്, ഗുരുതരാവസ്ഥയിലാണെന്നുള്ളൊരു ഇൻസ്റ്റഗ്രാം ഒരു കുറിപ്പ് കാണുകയാണ്. അത് ഇട്ടത് മറ്റാരുമല്ല, ടാറ്റ സെൻസ് മുൻ ചെയർമാനും വ്യവസായിയുമായ രത്തൻ ടാറ്റയാണ് ഇട്ടത്. തൊട്ടു പിന്നാലെ 6.5 ലക്ഷത്തിലധികം പേരാണ് ആ കുറിപ്പ് ലൈക്ക് ചെയ്യുന്നതും സഹായവുമായി എത്തുന്നതും. 5 നായകളുടെ ഉടമസ്ഥർ ഇതിന് സന്നദ്ധത അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും നായ്ക്കുട്ടിക്ക് രക്തം നൽകുകയും ഇപ്പോൾ അത് ഗുരുതര നില തരണം ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ രത്തൻ ടാറ്റയുടെ മൃഗസ്നേഹം എന്ന് പറയുന്നത് വാർത്തകൾ ഇടം പിടിക്കുന്നത് പുതുതായൊന്നുമല്ല. മുൻപും ഇത്തരത്തിൽ അദ്ദേഹത്തിന് മൃഗങ്ങളോടുള്ള അനുകമ്പ ഇത്തരത്തിൽ വാർത്തയാകുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് ഉടമയെ നഷ്ടപ്പെട്ട നായ്ക്കുട്ടിയെ തിരിച്ച് ഉടമയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിക്കുക, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെയാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ മൃഗസ്നേഹം എല്ലാവരും ചർച്ച ചെയ്യുന്നത്. മാത്രവുമല്ല, ഈ നായ്ക്കുട്ടിക്ക് രക്തം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റിൽ അദ്ദേഹം കുറച്ച് നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1 മുതൽ 8 വയസ്സ് വരെ പ്രായമുള്ള നായകളായിരിക്കണം, അതുപോലെ ആരോഗ്യമുള്ള നായകളുടെ രക്തമാണ് വേണ്ടത്, അത്തരത്തിലുള്ള കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ പോസ്റ്റ് പങ്കുവെച്ചത് രത്തൻ ടാറ്റ ആയതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇത് എത്തുകയും പെട്ടെന്ന് തന്നെ കുറച്ച് സന്നദ്ധത അറിയിച്ചുകൊണ്ട് ധാരാളം പേർ വരികയും അതിൽ നിന്ന് 5 നായകളെ തിരഞ്ഞെടുത്ത് അങ്ങനെയാണ് ഈ നായ്ക്കുട്ടിക്ക് രക്തം ഒക്കെ നൽകുന്നത്. എന്തായാലും എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യത്തെ വളരെയധികം പ്രശംസിക്കുന്നുണ്ട്. ഇത് മാത്രവുമല്ല, നായ്ക്കുട്ടിക്ക് രക്തം നൽകിയതിന് ഈ നായ്ക്കുട്ടിയുടെ ചികിത്സയൊക്കെ കഴിഞ്ഞതിന് ശേഷവും രത്തൻ ടാറ്റ ഇവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റും ഇടുകയാണ്. ഈ രക്തം നൽകിയ നായകളും അവരുടെ ഉടമസ്ഥരുമായിട്ടുള്ള ഫോട്ടോ സഹിതം ഇവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടും രത്തൻ ടാറ്റ ഇൻസ്റ്റഗ്രാമിൽ തന്നെ കുറിപ്പും ഇടുന്നുണ്ട്. എന്തായാലും വളരെയധികം വലിയൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ആയതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് സഹായം എത്തുകയും ഇത്തരത്തിൽ എല്ലാവരും അറിയാനും സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന് നായകളോടുള്ള സ്നേഹവും തന്നെയാണ്. നായകളോട് മാത്രമല്ല, മറ്റെല്ലാ മൃഗങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ഒന്നുകൂടി വെളിപ്പെടുകയാണ്. പൂജ, തീർച്ചയായും അത് പറഞ്ഞപ്പോഴാണ് മുൻപ് ഇതേപോലെ നായകൾക്ക് വേണ്ടിയിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു അദ്ദേഹം തുടങ്ങിയ കാര്യം നമ്മൾ ഇതേ തത്സമയം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഓരോ പ്രവർത്തികളും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ അനൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയിട്ട് കുറേ സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്, കുറേ ആൾക്കാർ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. പലർക്കും ഇഷ്ടമാണ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകളെയൊക്കെ തേടി എത്തുന്നവർ ആ തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയിട്ട്, ആ തെരുവ് നായ്ക്കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് സഹായം എത്തിക്കാൻ വേണ്ടി വെമ്പുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യരും നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന കുറേ ആൾക്കാരും ഇതിനോട് ചേർന്ന് നിൽക്കുന്നു, അവരും സഹായവുമായി മുന്നിലേക്ക് എത്തുന്നു, അവരും സാധാരണ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു കാര്യമാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല പ്രവർത്തികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് പേർ മുന്നിലേക്ക് വരിക, അതും കൂടി പറയുകയാണ്.